നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വെറും വൈകാരിക പ്രസംഗങ്ങൾ കൊണ്ടും സോഷ്യൽ മീഡിയയിലെ വലിയ അവകാശവാദങ്ങൾ കൊണ്ടും മാത്രം ഒരു നാട് നന്നാകുമോ? ഒരിക്കലുമില്ല, അല്ലേ? അതിന് കൃത്യമായ കാഴ്ചപ്പാടും ജനങ്ങളോട് പ്രതിബദ്ധതയുമുള്ള ഭരണാധികാരികൾ തന്നെ വേണം. ഇന്ന് മഹാരാഷ്ട്രയിൽ നമ്മൾ കാണുന്നത് കേവലം ഒരു അധികാരമാറ്റമല്ല, മറിച്ച് വികസന രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ തരംഗമാണ്. ഒരു കാലത്ത് കസേരയ്ക്കും മുഖ്യമന്ത്രി പദത്തിനും വേണ്ടി സ്വന്തം ആദർശങ്ങളെല്ലാം കോൺഗ്രസിന്റെയും NCPയുടെയും പടിക്കൽ പണയം വെച്ചവർക്കുള്ള ജനങ്ങളുടെ കൃത്യമായ മറുപടിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് വരുന്ന വലിയൊരു വാർത്ത എന്താണെന്നറിയാമോ? ഉദ്ധവ് താക്കറെയുടെ ശിവസേന ക്യാമ്പിൽ നിന്ന് വീണ്ടും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. അവരുടെ 9 ലോക്സഭാ MPമാരിൽ 6 പേരെയും വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച ഓപ്പറേഷൻ ടൈഗർ വൻ വിജയമായിരുന്നു. ഇതാ ഇപ്പോൾ അതിന്റെ അടുത്ത ഘട്ടമായ ഓപ്പറേഷൻ ടൈഗർ 2.0 അണിയറയിൽ സജീവമായി കഴിഞ്ഞു എന്ന് മഹായുതി സഖ്യം വ്യക്തമാക്കുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉദ്ധവ് ക്യാമ്പിൽ അവശേഷിക്കുന്ന 20 MLAമാരിൽ 14 പേർ ഉടൻ തന്നെ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള യഥാർത്ഥ ശിവസേനയിലും BJP സഖ്യത്തിലും ചേരുമെന്നാണ് സൂചന. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു സാധാരണ കൂറുമാറ്റമോ അട്ടിമറിയോ ആണോ? അല്ല, ദീർഘവീക്ഷണമുള്ള ജനപ്രതിനിധികൾ തങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന നീതിയാണിത്. ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും വിഭാവനം ചെയ്യുന്ന വികസനം കണ്ട് പ്രതിപക്ഷത്തിന്റെ നിഷേധാത്മക നിലപാടുകളിൽ മടുത്തിട്ടാണ് ഈ 14 പേരും പുതിയൊരു ചുവടുവെപ്പിനായി ഒരുങ്ങുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വവും മഹാരാഷ്ട്രയിലെ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയല്ലേ? മെട്രോ റെയിൽ ശൃംഖലകൾ, അതിവേഗ പാതകൾ, കർഷകർക്കും സാധാരണക്കാർക്കും നേരിട്ടെത്തുന്ന വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ഇതെല്ലാം മഹാരാഷ്ട്രയെ രാജ്യത്തെ 1-ാം നമ്പർ വ്യവസായ സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു വികസന കുതിപ്പിൽ സ്വന്തം മണ്ഡലത്തെ പങ്കാളിയാക്കാൻ ഏതൊരു ജനപ്രതിനിധിയാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ ഉദ്ധവ് ക്യാമ്പിലാകട്ടെ വികസന ഫണ്ടുകളുടെ വലിയ കുറവും സഞ്ജയ് റാവത്തിനെ പോലുള്ള നേതാക്കളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമാണ് നിലനിൽക്കുന്നത്. തങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെ വഞ്ചിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ 14 പേരും ധീരമായ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ഉദ്ധവ് താക്കറെയുടെ വസതിയായ മാധോശ്രീയിലും പാർട്ടി ഓഫീസിലും അടിയന്തര യോഗങ്ങൾ വിളിച്ചുകൂട്ടി MLAമാരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സ്വന്തം അണികളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ കഴിയാത്ത ഒരു നേതൃത്വം പരാജയപ്പെടുമ്പോൾ അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? പ്രതിപക്ഷ നേതാവ് ആദിത്യ താക്കറെ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. BJPയും ഷിൻഡെ പക്ഷവും പണം ഉപയോഗിച്ച് ജനാധിപത്യത്തെ വിലക്കെടുക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആക്രോശം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനവിധിക്ക് വിരുദ്ധമായി മഹാവികാസ് അഗാഡി എന്ന അവസരവാദ സഖ്യമുണ്ടാക്കി ജനങ്ങളെ വഞ്ചിച്ചവർ എന്ന് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തികച്ചും പരിഹാസ്യമല്ലേ? അറിയില്ലെന്ന് വിമർശിക്കുന്നവർ കാണേണ്ടത് വ്യവസായ നിക്ഷേപത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും മഹായുതി മഹാരാഷ്ട്രയിൽ കൈവരിച്ച നേട്ടങ്ങളാണ്. ഈ 14 MLAമാർ കൂടി ഭരണപക്ഷത്തേക്ക് എത്തുന്നതോടെ ഉദ്ധവ് താക്കറെയുടെ കൈവശം വെറും 6 MLAമാർ മാത്രമാകും അവശേഷിക്കുക. ബാലാസാഹിബ് താക്കറെ ഉയർത്തിപ്പിടിച്ച യഥാർത്ഥ ഹിന്ദുത്വത്തിന്റെയും ദേശീയതയുടെയും രാഷ്ട്രീയത്തിനൊപ്പമാണ് ജനങ്ങളെന്ന് ഇത് വ്യക്തമാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ മാറ്റം വെറും ഒരു അക്കങ്ങളുടെ കളിയല്ല, മറിച്ച് മഹാരാഷ്ട്രയുടെ പുരോഗതിക്ക് അനിവാര്യമായ ഒരു മുന്നേറ്റമാണ്. BJP എപ്പോഴും വിശ്വസിക്കുന്നത് ജനങ്ങളുടെ പുരോഗതിയിലാണ്. കോൺഗ്രസ് നയിക്കുന്ന സഖ്യങ്ങളുടെ ഭാഗമായി മാറി സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തിയ ഉദ്ധവ് താക്കറെക്ക് ഇനി ഒരിക്കലും മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ കഴിയില്ലെന്ന് ഈ MLAമാർക്ക് നന്നായി അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സദ്ഭരണവും മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡെയും ചേർന്ന് നടപ്പിലാക്കുന്ന വികസന വിപ്ലവങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കഴിയില്ല. ഓരോ സാധാരണക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുക, കർഷകർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ എത്തിക്കുക, യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന BJPയെയും മഹായുതി സർക്കാരിനെയും പിന്തുണയ്ക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ 14 MLAമാരുടെ വരവോടെ പ്രതിപക്ഷത്തിന്റെ പൊള്ളയായ രാഷ്ട്രീയ തന്ത്രങ്ങൾ പൂർണ്ണമായും തകരുകയാണ്. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ് ശൈലിക്ക് ഉദ്ധവ് ഗ്രൂപ്പ് കീഴടങ്ങിയപ്പോൾ തന്നെ അവരുടെ പതനം തുടങ്ങിയതാണ്. യഥാർത്ഥ ശിവസൈനികരും സാധാരണ ജനങ്ങളും എപ്പോഴും ആഗ്രഹിക്കുന്നത് ശക്തവും സുസ്ഥിരമായൊരു ഭരണമാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ രാഷ്ട്രീയ ചിന്താഗതിയുള്ള സർക്കാരുകൾ ഭരിക്കുമ്പോൾ മാത്രമേ വികസന പദ്ധതികൾ തടസ്സമില്ലാതെ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞാണ് ഈ നേതാക്കൾ ഇപ്പോൾ ധീരമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആദിത്യ താക്കറെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവരുടെ പരാജയത്തിൽ നിന്നുള്ള നിരാശ മാത്രമാണ്. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. അവർക്കറിയാം ആരാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന്.
വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടെ മഹായുതി സർക്കാർ മഹാരാഷ്ട്രയെ വികസനത്തിന്റെ പുതിയൊരു യുഗത്തിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്രയിലെ സാധാരണ ജനങ്ങൾ ഇന്ന് മാറ്റം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിപക്ഷം നടത്തിയ പ്രതികൂല രാഷ്ട്രീയ നാടകങ്ങൾ കണ്ട് ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുണ്ടായ വ്യാവസായിക കുതിച്ചുചാട്ടം യുവാക്കൾക്ക് വലിയ തൊഴിലവസരങ്ങളാണ് തുറന്നുകൊടുത്തത്. ഓരോ ഗ്രാമത്തിലും റോഡുകളും ശുദ്ധജല വിതരണ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ ഡബിൾ എഞ്ചിൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഈ നന്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പങ്കാളികളാകാനാണ് ഇപ്പോൾ ഉദ്ധവ് ക്യാമ്പ് വിട്ട് ഈ നേതാക്കൾ ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പ്രതിപക്ഷ പാർട്ടികളിലെ ആഭ്യന്തര കലഹങ്ങളും ഏകാധിപത്യ പ്രവണതകളും കാരണം മനംമടുത്താണ് ജനപ്രതിനിധികളെല്ലാം ജനപക്ഷത്തേക്ക് വരുന്നത്. മഹാരാഷ്ട്രയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ ഭരണത്തിന് മാത്രമേ സാധിക്കൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ വികസന അധ്യായങ്ങൾ എഴുതി ചേർക്കപ്പെടും. ഉദ്ധവ് താക്കറെയുടെ സ്വാർത്ഥ രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകുന്ന കനത്ത പ്രഹരമായിരിക്കും ഈ ജനപ്രതിനിധികളുടെ മാറ്റം. ഭാരതത്തിന്റെ വികസന യാത്രയിൽ മഹാരാഷ്ട്ര എപ്പോഴും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ BJPയുടെയും മഹായുതിയുടെയും നേതൃത്വത്തിന് കഴിയും. ഈ മുന്നേറ്റം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് നിൽക്കണം. രാജ്യത്തിന്റെ താല്പര്യവും ജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. BJPയുടെ സുശക്തമായ രാഷ്ട്രീയം മഹാരാഷ്ട്രയിൽ വീണ്ടും ജയഭേരി മുഴക്കുകയാണ്. നിങ്ങൾ തന്നെ പറയൂ, സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ പുരോഗതിക്കായി അവരെടുക്കുന്ന ഓരോ തീരുമാനത്തെയും നാം പിന്തുണയ്ക്കേണ്ടതുണ്ട്. അവസരവാദ രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് ഈ നേതാക്കൾ തെളിയിച്ചിരിക്കുന്നു. വികസനമാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഈ നേതാക്കൾക്ക് നമുക്ക് പൂർണ്ണ പിന്തുണ നൽകണം. നാളത്തെ തലമുറയ്ക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് വികസനമാണ്, വെറും രാഷ്ട്രീയ നാടകങ്ങളല്ല. അതുകൊണ്ട് ഉദ്ധവ് ക്യാമ്പിന്റെ ഈ പഴയ ശൈലികളോട് നോ പറഞ്ഞ് BJPയുടെ ഈ വികസന വേഗത്തിനൊപ്പം നമുക്ക് ഒന്നിച്ചു മുന്നേറാം.